ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിഖായേൽ മാലാഖയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ മാലാഖയുടെ പ്രാർത്ഥന നമ്മിൽ ഏറെ പേരും അനുദിനവും പ്രാർത്ഥിക്കുന്നതുമാണ്. പൈശാചിക ശക്തികൾക്കെതിരെ പോരാടി ജയിക്കാൻ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം നമ്മെ ഒരുപാട് സഹായിക്കും. ബൈബിളിലും ഇസ്ലാമിക രചനകളിലും കാണപ്പെടുന്ന ഒരു മാലാഖയാണ് മിഖായേൽ. ഹീബ്രു പദമായ ദൈവത്തെ പോലെ ആരുണ്ട്, ഹു ഈസ് ലൈക്ക് ഗോഡ് എന്നർത്ഥം വരുന്ന മൈക്കിൾ എന്ന വാക്കിൽ നിന്നാണ് മിഖായേൽ എന്ന പേര് രൂപം കൊണ്ടത്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 പ്രാവശ്യം മിഖായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ സാത്താനെതിരെ പോരാടുന്ന ദൈവസൈന്യത്തിന്റെ തലവനായി മിഖായേലിനെ കാണിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നടന്ന മഹായുദ്ധത്തിൽ മിഖായേൽ സാത്താനെ പരാജയപ്പെടുത്തുന്നു. ദുഷ്ടശക്തികൾക്കെതിരെ പോരാടുന്ന മാലാഖയായതിനാലും സ്വർഗത്തിലെ സൈനിക നേതാവായതിനാലുമാണ് 4-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സഭയിൽ മിഖായേൽ വണങ്ങപ്പെടുന്നത്. നമുക്ക് ഈ രാത്രിയിൽ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി എല്ലാ തിന്മയുടെ അന്ധകാര വലയത്തിൽ നിന്നും നമ്മളും നമ്മുടെ കുടുംബവും സംരക്ഷിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത ഞങ്ങളെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ.